എന്താണ് എന്റെ പേര്? സുഹേൽ. എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ വില്ലൻ. വില്ലനാ? നീ എന്താ രാത്രി എന്ന് തിന്നുന്നത്? ഞാൻ ഫുഡോ? നീ ബോഡി ബിൽഡർ ആണോ? അപ്പൊ എന്റെ ബോഡി ഒന്ന് കാണിക്കേ. ഷർട്ട് അടിച്ച് കാണിക്കടാ. ഷർട്ട് അടിച്ച് കാണിക്കുന്നേ? ഇടിക്കരുത്. ഷർട്ട് അടിച്ച് കാണിക്കുന്നത് നീ ബോഡി ബിൽഡർ ആണോ? മസിൽ കാണിക്കേ. Thank you. What's your name? എന്താ പേര്? സുഹേൽ. എന്താ വെരി ഗുഡ് വെരി ഗുഡ്. നല്ല ബോളിയാ. കീപ്പ് ചെയ്യണം കേട്ടോ. പക്ഷെ ഇത് കീപ്പ് ചെയ്യണമെങ്കിലേ ഗോതമ്പ് ചപ്പാത്തി തന്നെ കഴിക്കണം ദിവസം. അറിയാമല്ലോ. താങ്ക് യു. ടേക്ക് ദിസ്. ഓക്കെ. See you. Where are you from? Bombay. Bombay. What are you doing there? No English. अच्छा क्या कर रहे हैं आप उधर बम्बई में? मैं उधर शॉपिंग में। शॉपिंग कर रहे हैं क्या? अच्छा आप बहुत अच्छी तरह डांस कर रहे हैं क्या? नहीं ज़्यादा नहीं। अच्छा ट्राई करो यार. Come on. ट्राई करता हूँ। Let's dance. Okay. Okay. Thank you boys. Thank you. Okay. Okay. Yeah. Do you know गीत गाना सकते हैं क्या? गा सकते हैं क्या? क्या बोल रहे हैं? गीत गाते हैं क्या? नहीं बिल्कुल नहीं। Okay. Thank you. I'll give you a gift. मैं तो उपहार देना चाहता हूँ. Thank you. Take it. Thank you. Have a nice time. Okay. Thank you. Okay. Okay. Thank you. Okay. I'm welcoming Mr. Hamza Khan, a professional musician. Okay. Mr. Hamza Khan and family is here. We welcome him. Okay, sir. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ് സർ ഈ ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കാനുള്ള ഒരു കാരണം എന്താണ്? അത് ഇന്നാണ് പിന്നെ ബക്രീദൊക്കെ അതിനോടനുബന്ധിച്ചുള്ള ഇങ്ങനെ മലപ്പുറത്ത് ഇങ്ങനെ ഇതുണ്ട് ഇപ്പം എന്നാ ശരിക്കും ഞാൻ അറിയുന്നത്. ഇല്ല ഇന്നലെ വന്നു. അത് പത്രത്തിൽ കണ്ട്. അതെ. ഒരു പ്രൊഫഷണൽ മ്യൂസീഷ്യൻ എന്നുള്ള നിലയ്ക്ക് സാർ ഈ ഒരു ക്രൗഡിന് വേണ്ടി ജസ്റ്റ് ഒരു ഈരടി ആലപിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ആലപിക്കാം. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ. എല്ലാവരും ഇത് നന്നായി ആസ്വദിച്ചു തോന്നുന്നു. വെരി ഗുഡ്. കലാകാരനാവുക എന്നുള്ളത് എന്തുകൊണ്ടായാലും അനുഗ്രഹം തന്നെയാണ്. അവര് ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നത് മറ്റുള്ളവർ വിട്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കും. ഒരു ദൈവ അനുഗ്രഹം തന്നെയാണ് ഒരു കലാകാരൻ. ആ ഒരു അനുഗ്രഹം താങ്കൾ കിട്ടിയെന്നുള്ളത് ഞാനും അഭിമാനിക്കുന്നു. വെരി ഗുഡ് സർ. ഈ പ്രോഗ്രാം ഇതിലിങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങൾ മെയിൻലി ഇത് ഇവിടെ തന്നെ ചെയ്യാൻ വേണ്ടിയാണ്, ഇവിടെ തന്നെ ഇതാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു പീസ് കിട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഓക്കെ സാർ. അതിന്റെ കൂടെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കണം സാർ. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രധാന കാര്യം എല്ലാ അധ്വാനവും നമ്മൾ എന്തിനാ ചെയ്യുന്ന വെച്ചാൽ ഒരു ഭക്ഷണം നേടിയത് ഗ്രബ്. ഓക്കെ. അപ്പൊ ഈ ഭക്ഷണം എന്നുള്ളത് ഇപ്പോ നമ്മൾ സാധാരണ എന്താ പറയാ രാഷ്ട്രീയക്കാരൊക്കെ പറയും പട്ടിണി ഭയങ്കര പ്രശ്നമാണ്, രാജ്യത്തിൽ പട്ടിണിയാണ് പ്രശ്നം എന്നൊക്കെ. ഇതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് മൊത്തത്തിൽ ഇപ്പൊ നമ്മളെ നാട്ടില് നമ്മളെ കാർഷിക മേഖലയൊക്കെ ഒരുപാട് തകർന്ന് കിടക്കുകയാണ്. കാർഷിക മേഖല കാരണം ഇപ്പൊ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഒക്കെ പുറത്തുനിന്ന് വന്നിട്ട് അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ നമ്മളെ കാർഷിക മേഖലയിലെ തകർച്ചയാണെന്ന് മനസ്സിലാക്കുന്നത്. സമീകൃത ഇപ്പോൾ ആഹാരത്തിൻ്റെ ഇപ്പോൾ നമ്മളെ ചില ഭക്ഷണ സംവിധാനങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ മാറിയത് കൊണ്ട് തന്നെ പല രോഗങ്ങളും നമ്മൾക്ക് വന്നു പെട്ടിട്ടുണ്ട്. അപ്പോൾ
അതെ അതെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ കാര്യമായാണ് ഇതിൽ വന്നതെന്നുള്ളതാണ് ഭക്ഷണത്തെ പറ്റി ചോദിച്ചത്. ഇനി താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഒരു നല്ല ഈവനിങ് വൈകുന്നേരം ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരം കൂടെ. ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു മാഡം. എന്തെങ്കിലും മകളാണ്. മകളാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറായിരുന്നു, ഇപ്പോൾ കുട്ടിയായതുകൊണ്ട് ടീച്ചർ. ഹൗസ് വൈഫാണോ? എനിവേ വണ്ടർഫുൾ. മരുമകൻ മോളുടെ ഭർത്താവ്. ഓക്കെ സാർ, താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ ഈവനിങ്. എന്താ പേര് പറഞ്ഞത്? മുഹമ്മദ് ഉണ്ണിയാജി. മുഹമ്മദ് ഉണ്ണിയാജി. എന്താ മുഹമ്മദ് ഉണ്ണിയാജി മലപ്പുറത്തേക്ക് വന്നത്? ഞാൻ ഇതിവിടെ കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇവിടുത്തെ പരിപാടികൾ, കാരണം ഈ സ്റ്റാളും കാര്യങ്ങളും ഈ കോട്ടക്കുന്ന് ഒരു വിധം തിരക്കടൊന്നുമില്ല. കാരണം പക്ഷെ എന്ത് വേണമെന്നറിയോ, സാധാരണക്കാർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്ത് പറഞ്ഞു മനസ്സിലാക്കി? എല്ലാ പറഞ്ഞു നിങ്ങളെ പരിപാടി എന്താ വെച്ചാൽ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന സംഗതി എന്താ, ഇത് പ്രയോഗിക്കണത് എങ്ങനെയൊക്കെ, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരൊക്കെ പുതിയ ആൾക്കാരാണ്, സ്റ്റാള് ഞങ്ങളൊക്കെ കുറെ കണ്ടവരാണ്. ജീവിതം കുറെ കണ്ടത്. അപ്പൊ നീ വേറെയും കാണട്ടെ മതിയൊക്കെ അല്ലേ, നീ പോയിക്കൂടെ? അല്ല പോകുന്നില്ല. പ്രത്യേക കാര്യം അറിയണം. അതെ, നമ്മള് സാധാരണയായിട്ട് നമ്മളെ വൈഫ് പോയോ? ഹലോ, ഇങ്ങോട്ട് വിളിക്കണം. പറയണം. മോഹനജി, നമ്മള് സാധാരണയായിട്ട് മനുഷ്യന്റെ ആരോഗ്യ പ്രശ്നമാണ് ആദ്യത്തെ പ്രശ്നം. നല്ല ഉഷാർ ആരോഗ്യം ഉണ്ടെങ്കിൽ ചാടി കളിച്ച് നടക്കാൻ പറ്റുള്ളൂ. അതെ, വളരെയധികം പ്രായമായാലും ഞാൻ ബൈക്കിളിനെ വന്നിട്ടുള്ള സുഹൃത്തെ. ബൈക്കിളിന് ഈ കയറ്റക്കാരായിട്ട് അവിടെ വെച്ചിരിക്കുക. കാരണം അഥവാ കയറി മുട്ടിക്കഴിഞ്ഞാൽ വലി മുട്ടും. അപ്പൊ വണ്ടി മുടിച്ചാൽ കിട്ടൂല, താങ്ങാൻ പറ്റൂല. അപ്പൊ അവിടെ വെച്ചു. ഇപ്പൊ അത് കുഞ്ഞ് വരുന്നില്ല. താക്കോല് പോക്കറ്റ് അതല്ല ഓട്ടോറിക്ഷ പിടിച്ചു. 10 പോയാ പോട്ടെ, അതാവട്ടെ. പിന്നെന്തൊക്കെയാ വേറെ വിശേഷം? വേറെന്താ വിശേഷം വെച്ചാല് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചുറുചുറുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നല്ല ആരോഗ്യവാനാവണം, നല്ല സന്തോഷത്തിൽ ജീവിക്കണം, വിവരങ്ങളൊക്കെ അറിയണം. അതെ അതെ. ഊർജ്ജം കിട്ടണമെങ്കിൽ നമുക്ക് ശക്തി വേണം. അതിന് നമ്മൾ നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് ഞാൻ പറയണം, നല്ല ആരോഗ്യമുള്ള ഭക്ഷണം എന്ന് പറയുമ്പോ എങ്ങനത്തതായിരിക്കണം എന്നുള്ളൊരു ആശയം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതെ അതെ, ഉറപ്പാണ്. എങ്ങനത്തെ ആയിരിക്കണം? അതിപ്പോ കുറെ പഴക്കം പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും ചുരിച്ചു പോകും. ഇപ്പൊ പുതിയതേ പറയാൻ പറ്റും. പഴയ കാര്യം ഇപ്പൊ എങ്ങൾക്കാർക്കും അറിയില്ല. പഴക്കന്റെ സാധനത്തിന്റെ ടേസ്റ്റ് ഇപ്പത്തെ ബിരിയാണി ആയിട്ടൊന്നും അവിടേക്ക് എത്തൂല. പക്ഷെ അതല്ല പ്രശ്നം. ഞാനത് പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ അത് ഇപ്പത്തെ പരിപാടി നല്ല ഭക്ഷണം വെച്ചാൽ സാധാരണ നമ്മളെ ഈ ഭക്ഷണം ഇപ്പം നമ്മളിപ്പോൾ കാര്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണം ചോറല്ലേ, അതിൽക്കൊരു ചോറ്, ഒരു കറി, അതിൻ്റെ ചുറ്റുപാട് ആരോഗ്യത്തിൻ്റെ പച്ചക്കറികൾ ഒക്കെ ഉപയോഗിക്കുക. അല്ലാതെ വേറെ പ്രശ്നം മനസ്സിലാവും. ഡോക്ടർമാരൊക്കെ പലരോടും ഉപദേശിക്കുന്നുണ്ടല്ലോ, ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ചോറുണ്ടാൽ മതി, പിന്നെ രാത്രി ലഘുവായിട്ടുള്ള കാര്യങ്ങൾ. എങ്ങനത്തെ കാര്യങ്ങൾ? അതെ അതെ, മറ്റേ ഭക്ഷണം അത് ചപ്പാത്തി ഉണ്ട്, ചില മറ്റേ ഗോതമ്പ കഞ്ഞിയുണ്ട്. ഇപ്പം ഞാൻ കൊളസ്ട്രോള്, പ്രഷർ, പ്രമേയം, പിന്നെ എല്ലാ വിഷയമുള്ള ആളാണ്. പക്ഷെ എനിക്ക് ആരോഗ്യമുണ്ട്. ഞാൻ നല്ലോണം കൈക്കോട്ട് പിടിക്കും, കളക്കും, പൊട്ട സൈക്കിൾ വിടും. ഒഴിവുണ്ടാകുമ്പോൾ ഒഴിഞ്ഞ് നിൽക്കൂല, മീൻ പിടിക്കാൻ പോകും. അങ്ങനെ വെറുതെ നിൽക്കൂല. അതൊന്നുമല്ല, വെറുതെ വല വീശാനോ മറ്റീനോ മറിച്ചിലൊക്കെ പോകും ആ വഴക്കുന്ന. പക്ഷെ ഇപ്പം തൽക്കാലം എന്താ അറിയോ, നിങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ച് ചോദിച്ചു. ഇപ്പോൾ ആളൊക്കെ കൂടിയതോ, ഇതിൻ്റെ കാലിൻ്റെ മുട്ടിൽ സുഹൃത്തെ കൊണ്ടൊരു വേദന ഉണ്ട്. അതിന് വല്ല മാർഗം ഉണ്ടോ? നിങ്ങളെടുത്ത് ശരീരഭാരം കൂടുതൽ ആവണ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ള നിർബന്ധമായിട്ട് പറയും ഡോക്ടർമാരാണ് അതിന്റെ. അതെ അതെ, എന്തായാലും ഡോക്ടറല്ല. ശരി. അപ്പോ എന്തായാലും ആർത്രൈറ്റിസ് എന്നുകൊണ്ട് പറയാം. അപ്പൊ ആ രോഗങ്ങൾക്ക് അതിന്റെ എന്തായാലും അവിടെയും പ്രധാന കാര്യം ഭക്ഷണത്തിന്റെ കാര്യമാണ്. ശരിയാ, ഭക്ഷണം നിയന്ത്രിക്കണം. അപ്പൊ പറഞ്ഞ പോലെ രാത്രിയുള്ള ചപ്പാത്തി, ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴേ എന്തെങ്കിലും തരം ധാന്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി, അതോ ധാന്യങ്ങൾ വളരെ നന്നായിരിക്കണം? ധാന്യങ്ങൾ ചപ്പാത്തിക്ക് പല സൈസുണ്ട്. അത് കാരണം ഈ അതിന് കുറുമകളുണ്ട്, മറ്റേ ഇറച്ചിക്കറികളുണ്ട്, മീൻകറികളുണ്ട്. പോരാത്ത അതല്ല, മറ്റേ ഈ ചപ്പാത്തിക്ക് കാര്യമായിട്ട് വേണ്ടത് പച്ചപ്പട്ടാണിയാണ്. പക്ഷെ അത് ഗ്യാസായിട്ട് മാറും. അത് കുറെ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് ഗ്യാസും. ഞാൻ പച്ചപ്പട്ടാണി പോലെ തന്നെ ഒരു പയറുവർഗ്ഗമുണ്ട്, അത് സോയാബീൻ. അതെ സോയാബീൻ. ഈ പയറ് സോയാബീൻ പച്ചപ്പട്ടാണി പോലെ തന്നെ പോഷക സമ്പുഷ്ടമാണ്. ഗ്യാസോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഈ പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അതെ 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 അതെ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ
ഭക്ഷണം കഴിക്കാനും ഇതൊക്കെ ഇപ്പോഴത്തെ യുവാക്കളോട് പോലെയുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ ഞാൻ എന്താ ഇനിയിപ്പോ ഒന്നും വേണ്ട, സന്തോഷം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുട്ടികളോട് പറയേണ്ടത് എന്താ അറിയോ? പിന്നെന്താ വില? വില 36 റുപ്യുള്ളൂ. അപ്പൊ അവർ പറഞ്ഞ പഴയ കാലത്തെ മാതിരില്ല, ഇത് നല്ല വിറ്റാമിനൊക്കെ കൂടിയതാണ്. അപ്പൊ ചെറുപ്പക്കാരൊക്കെ കഴിച്ചിട്ട് ആരോഗ്യം ശക്തിയൊക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ് നിങ്ങൾ സന്തോഷത്തിന് വാങ്ങാൻ പിന്നെ ഞാൻ സ്ഥലപ്പെടുന്നു. ആയിക്കോട്ടെ.